സസ്പെൻസും അവസാനിച്ചു. രാഹുൽ അമേഠി വിട്ട് റായ്ബറേലിയിലെത്തി. 3 തവണയായി മുത്തശ്ശി ഇന്ദിരാഗാന്ധിയെയും 2 തവണ മുത്തശ്ശൻ ഫിറോസ് ഗാന്ധിയെയും 2 പതിറ്റാണ്ടായി അമ്മ സോണിയാഗാന്ധിയും ഹൃദയത്തിൽ സ്വീകരിച്ച അതേ റായ്ബറേലി. അടിയന്തരാവസ്ഥയ്ക്കു ശേഷം 1977 രാജ്നാരായണും 1996-98 കാലങ്ങളിൽ അശോക് സിംഗും വീഴ്ത്തിയതൊഴിച്ചാൽ മണ്ഡലം കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നു. അമേഠി 3 തവണ വീതമാണ് രാജീവ് ഗാന്ധിയെയും മകൻ രാഹുൽ ഗാന്ധിയെയും ലോക്സഭയിൽ എത്തിച്ചത്. 1 തവണ സോണിയാഗാന്ധിയെയും. മൂവരുടെയും അരങ്ങേറ്റത്തിൽ തന്നെ വലിയ ഭൂരിപക്ഷം കൊടുത്തു വരിച്ച മണ്ഡലമായിരുന്നു അമേഠി. എന്നിട്ടും 1 തവണ മാത്രം കൈവിട്ട അമേഠി മണ്ഡലം വിട്ട് രാഹുൽ റായ്ബറേലി തിരഞ്ഞെടുത്തു. അമേഠിയിൽ തോറ്റ് രാഹുൽ സുരക്ഷിത മണ്ഡലമായ വയനാട്ടിലേക്കും പിന്നെ കോൺഗ്രസ് കോട്ടയായ റായ്ബറേലിയിലേക്കും പോയത് പരാജയ ഭീതിയിലാണോ? ചോദ്യം ഇവയാണ്. 3 തവണ രാഹുലിനോടൊപ്പം നിന്ന അമേഠി വിട്ടത് പരാജയ ഭീതിയിലോ? അമേഠിയിൽ 3 തവണ മാത്രമാണ് താമര വിരിഞ്ഞത്. 1977-ലും 1998-ലും 2019-ലും. എന്നിട്ടും കോൺഗ്രസിന് ആത്മവിശ്വാസക്കുറവ് എന്തുകൊണ്ട്? റായ്ബറേലിയിലും വയനാട്ടിലും ജയിച്ചു വന്നാൽ ഏതു മണ്ഡലം ഉപേക്ഷിക്കും രാഹുൽ ഗാന്ധി? രണ്ടാമത് ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന് വയനാട് വോട്ടർമാരോട് പറയാതിരുന്നത് രാഷ്ട്രീയ നീതികേടാണോ? സുരക്ഷിത മണ്ഡലങ്ങൾ തേടിയുള്ള ഓട്ടം രാഹുലിന്റെ വിശ്വാസ്യത കുറയ്ക്കുന്നുണ്ടോ? 1/4 നൂറ്റാണ്ടിലധികമായി അമേഠിയിൽ നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ ഒരു സ്ഥാനാർത്ഥി വരുന്നത് അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകരെ നിരാശരാക്കുമോ? പരിശോധിക്കാം. ഭയന്നോടുന്നു. നാമനിർദ്ദേശ പത്രിക നൽകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് അമേഠിയിൽ രാഹുലിനെ പ്രതീക്ഷിച്ച നേതാക്കളെയും പ്രവർത്തകരെയും ഞെട്ടിച്ചുകൊണ്ട് റായ്ബറേലി സീറ്റ് നിലനിർത്താൻ കോൺഗ്രസ് രാഹുലിനെ നിയോഗിച്ചത്. അമേഠിയും റായ്ബറേലിയും എനിക്ക് രണ്ടല്ല, രണ്ടും എൻ്റെ കുടുംബം എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. എന്നാൽ രാഹുൽ അമേഠിയിൽ നിന്നും വയനാട്ടിൽ നിന്നും ഒളിച്ചോടുകയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഹാസം. റിപ്പോർട്ട്. ഇന്ദിരയുടെയും സോണിയാഗാന്ധിയുടെയും സ്വന്തം മണ്ഡലം റായ്ബറേലിയിലേക്കുള്ള രാഹുലിന്റെ രംഗപ്രവേശനത്തിന് കാരണം ഈ വൈകാരികതയെന്ന് വാദിക്കുമ്പോഴും ജയസാധ്യതയെന്ന പ്രായോഗികത മാത്രമായിരുന്നു കോൺഗ്രസിനെ നയിച്ചത്. റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം വൈകാരിക നിമിഷമെന്ന് രാഹുൽ. കുടുംബത്തിന്റെ കർമ്മഭൂമിയിൽ തന്നെ ചുമതലയേൽപ്പിച്ചത് അമ്മ. അമേഠിയും റായ്ബറേലിയും എനിക്ക് രണ്ടല്ല, രണ്ടും എന്റെ കുടുംബമെന്നും രാഹുലിന്റെ വൈകാരിക കുറിപ്പ്. കഴിഞ്ഞ തവണ മത്സരിച്ച അമേഠിയിൽ സ്മൃതി ഇറാനി കളനിറഞ്ഞതോടെ വിജയസാധ്യത മങ്ങി. റായ്ബറേലി സീറ്റിലാകട്ടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനും ഒരുക്കമായിരുന്നില്ല. ഇതോടെയാണ് രാഹുൽ റായ്ബറേലിയിലേക്ക് ടിക്കറ്റ് എടുത്തത്. അതിനകത്ത് വൈകാരികമായി ഇന്ദിരാഗാന്ധി പ്രതിനിധാനം ചെയ്തൊരു മണ്ഡലമാണ് റായ്ബറേലി. ഇതുവരെ അവിടെ സോണിയാഗാന്ധിയായിരുന്നു പ്രതിനിധീകരിച്ചിരുന്നത്. അമേഠിയും റായ്ബറേലിയും രണ്ടും ഞങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അത് രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. ഇതിനപ്പുറം വേറെ ഒരു തീരുമാനവും അതിനകത്തില്ല. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കൊപ്പമെത്തി ഉച്ചയ്ക്ക് രാഹുൽ വരണാധികാരിക്ക് നാമനിർദ്ദേശ പത്രിക നൽകി. കൈവിട്ട സീറ്റ് പിടിച്ചെടുക്കുന്നതിന് പകരം കയ്യിലുള്ള സീറ്റ് നിലനിർത്തുന്നതാണോ BJP വിരുദ്ധ പോരാട്ടമെന്ന ചോദ്യവുമായി പ്രധാനമന്ത്രി. शाहजादे वायनाड में हारने वाले हैं और हार के डर से जैसे ही वायनाड में मतदान समाप्त होगा वो तीसरी सीट खोजने लग जाएंगे. उनके सारे चेले चपाटे कह रहे थे अमेठी आएंगे अमेठी आएंगे, लेकिन अमेठी से भी इतना डर गए, इतने डर गए, वहां से भागकर अब रायबरेली में खोज रहे हैं रास्ता. मैं भी आज उन्हें कहता हूं और बड़े जी भर के कहता हूं, अरे डरो मत, भागो मत. ഗുജറാത്തിൽ നിന്ന് മോദി വാരണാസിയിൽ മത്സരിക്കുന്നത് പറഞ്ഞാണ് ഇതിന് കോൺഗ്രസിന്റെ പ്രതിരോധം. കഴിഞ്ഞ 5 വർഷമായി UPയിൽ കാര്യമായി ശ്രദ്ധ പതിപ്പിക്കാത്ത രാഹുലിന് ഉത്തർപ്രദേശിൽ എത്രത്തോളം ചലനമുണ്ടാക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം. ഓരോ മണ്ഡലങ്ങളെയും രാഹുൽ ഉപയോഗിച്ച് വലിച്ചെറിയുന്നുവെന്ന BJP പ്രചാരണവും കോൺഗ്രസിന് തലവേദനയാകും. 2019 സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം പകുതിയാക്കി കുറച്ച ഉത്തർപ്രദേശ് സർക്കാരിലെ സഹമന്ത്രി ദിനേശ് പ്രതാപ് സിംഗാണ് രാഹുലിന്റെ എതിരാളി.
1999 മുതൽ ഗാന്ധി കുടുംബം മത്സരിക്കുന്ന അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കിശോരിലാൽ ശർമ്മയാണ് അമേഠിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ടേ ഗാന്ധി കുടുംബവുമായി അടുപ്പമുണ്ട്. സോണിയയുടെ അഭാവത്തിൽ റായ്ബറേലിയിൽ എംപിയുടെ പ്രതിനിധിയായി പ്രവർത്തിച്ചത് ശർമ്മയായിരുന്നു. 2 സീറ്റുകളും വിജയിച്ചാൽ ഏത് സീറ്റ് നിലനിർത്തുമെന്ന ചോദ്യം വയനാട്ടിൽ രാഹുലിന് ഇക്കുറി നേരിടേണ്ടി വരുന്നില്ല. എന്നാൽ റായ്ബറേലിയിൽ കോൺഗ്രസിനെ വല്ലാതെ വലയ്ക്കാൻ പോകുന്ന ചോദ്യം ഇതായിരിക്കും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഒന്ന് ഗാന്ധി കുടുംബത്തിന്റെ സ്വന്തം റായ്ബറേലി, മറ്റൊന്ന് ആപത്ത് കാലത്ത് രാഹുലിനെ സഹായിച്ച വയനാട്. രാഹുൽ 2 മണ്ഡലത്തിലും വിജയിച്ചാൽ ഏതു മണ്ഡലം ഉപേക്ഷിക്കും, ഏതു മണ്ഡലം തിരഞ്ഞെടുക്കും? വയനാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണെന്ന് ഒന്നുകൂടി നോക്കാം. റായ്ബറേലിയിൽ മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയനാട്ടുകാരെ തേജോവധം ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഓനിവിടെ മത്സരിച്ച് വോട്ടും വാങ്ങിയിട്ട് അവിടെയും പോയി മത്സരിക്കാന്ന് പറഞ്ഞാൽ അവിടെ എവിടെയും ജയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം രാജിവെക്കേണ്ടി വരുമല്ലോ. വയനാട് തെരഞ്ഞെടുത്ത് മത്സരിക്കുന്ന ആൾ എന്ന നിലയിൽ ആ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചാൽ മതിയായിരുന്നു, മത്സരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അഥവാ ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. ഒരു ദേശീയ നേതാവാണല്ലോ, 2 സ്ഥലത്ത് മത്സരിക്കുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധി അവിടെ 2 സ്ഥലത്തായി മത്സരിക്കുന്നത് ഒരു മോശമുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ഇനിയിപ്പോ അവിടെ 2 സ്ഥലത്ത് മത്സരിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാരെ വഞ്ചിച്ചൊരു മോശമായൊരു അഭിപ്രായമാണ്. അതെന്തായാലും ശരിയില്ലാത്തൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന മത്സരിക്കാൻ പാടില്ലായിരുന്നു. വയനാട് ഒഴിവാക്കിയാലും കുഴപ്പമില്ല, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഓൾറെഡി നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ, അതിന് തീരുമാനം അറിയുന്നതിന് മുൻപ് മറ്റു സ്ഥലത്ത് നിൽക്കുന്നത് ഒരു ശരിയായ നടപടി അല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ മൂപ്പർ മത്സരിക്കുന്നതിന് എന്താ, ദേശീയ നേതാവല്ലേ, അതിന് ഞാൻ യോജിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റ് മത്സരിച്ചിരുന്നല്ലോ, അതുപോലെ തന്നെ ഇപ്പം മത്സരിക്കുന്നുള്ളൂ, അതിൽ തെറ്റുന്നില്ല. റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ അവിടെ തോക്കും, അതുകൊണ്ട് ആദ്യം അഡ്വാൻസ് ആയിട്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ തോറ്റാലും കുഴപ്പമില്ലല്ലോ, അവിടെ തോറ്റാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തായാലും മൂപ്പർക്ക് അറിയാം, ഇവിടുത്തെ ഉള്ള ഈ ലീഗുകാരൊക്കെ ഉള്ള സമയത്ത് എന്തായാലും മൂപ്പര് ജയിപ്പിക്കുന്നു. നല്ല അഭിപ്രായമുള്ളൂ, മത്സരിക്കട്ടെ, മത്സരിച്ച് അവിടെ ജയിക്കട്ടെ. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ച് ജയിക്കും, പിന്നെ റായ്ബറേലി ജയിക്കുന്നതിൽ കൊണ്ടും യാതൊരുവിധ എതിർപ്പുമില്ല. ഇതാണ് വയനാട്ടിലെ വോട്ടർമാരുടെ അഭിപ്രായം. നമുക്ക് നോക്കാം റായ്ബറേലിയിലെ ഭൂരിപക്ഷത്തിന്റെ ഒരു സ്വിംഗ്, ഒരു മാറ്റം അതെങ്ങനെയാണ്. ഇക്കുറി രാഹുൽ ഗാന്ധിയെ റായ്ബറേലി മണ്ഡലം തുണയ്ക്കുമോ? 1999 കണക്കാണ് പ്രേക്ഷകർ കാണുന്നത്. 1999 10.8% ഭൂരിപക്ഷം. എന്നാൽ അത് സതീഷ് ശർമ്മ കോൺഗ്രസ് 23.39%, ഗജേന്ദ്ര സിംഗ് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് 15.72%, ആനന്ദ് പ്രകാശ് BJPയിൽ നിന്ന് 13, BSPയിൽ നിന്ന് 14.37%, അരുൺകുമാർ നെഹ്റു BJPയിൽ നിന്ന് 14.2% സ്വന്തമാക്കിയപ്പോൾ 10.8%. പക്ഷേ തുടർന്നു വന്ന വർഷം സോണിയാഗാന്ധി അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് എത്തുന്ന 2004 ആകുമ്പോഴേക്കും ഭൂരിപക്ഷം 38.8% വർദ്ധിക്കുന്നത് കാണാം. 28% വർധനവ് സോണിയാഗാന്ധിക്ക് 2004 റായ്ബറേലി മണ്ഡലം കൊടുക്കുന്നു. അന്ന് 58.8% സോണിയാഗാന്ധി വോട്ട് നേടിയത്. തൊട്ടടുത്തുള്ള SP സ്ഥാനാർത്ഥി ആവട്ടെ 19.9%. അന്ന് 4.9% മാത്രമായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി ഗിരീഷ് നാരായണിന് ലഭിച്ചത് എന്നതും ഓർമ്മിക്കണം. 2009 ആകുമ്പോഴേക്കും വീണ്ടും സോണിയാഗാന്ധി ഭൂരിപക്ഷത്തിന്റെ മാർജിൻ വർദ്ധിപ്പിക്കുന്നു. 55.8% ഭൂരിപക്ഷം വർദ്ധിക്കുന്നത്. 72.2% പോൾ ചെയ്ത വോട്ടിന്റെ 72.2% സോണിയാഗാന്ധി സ്വന്തമാക്കുമ്പോൾ BSPയുടെ RS കുശ്വാഹയ്ക്ക് 16.4%, BJPയുടെ RB സിംഗിന് 3.82% മാത്രമാണ് വോട്ട് സ്വന്തമാക്കാൻ കഴിയുന്നത്. ഭൂരിപക്ഷം 55.83. ഇതൊരു സർവകാല റെക്കോർഡായിരുന്നു. ഇത്രയും ഭൂരിപക്ഷം പിന്നീട് റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് നിലനിർത്താൻ സാധിച്ചിട്ടില്ല. 2014 മോദി ഭരണം വരുമ്പോഴും റായ്ബറേലി കോൺഗ്രസിന് അനുകൂലമായി തന്നെ വിധിയെഴുതി. അന്ന് ഭൂരിപക്ഷം 42.8% പക്ഷേ അപ്പോഴും സോണിയാഗാന്ധി പോൾ ചെയ്ത വോട്ടിന്റെ 63.8% വോട്ട് വർദ്ധിപ്പിക്കുന്നതായി കാണാം. പക്ഷേ BJP 3% നിന്ന് കുതിച്ചുയർന്ന് 21% മാറുന്നു. അജയ് അഗർവാൾ 2019 ഇന്ത്യ മുഴുവൻ മോദി തരംഗം വീണ്ടും ഒരിക്കൽ കൂടി ആഞ്ഞടിക്കുമ്പോഴും 17.4% മാർജിനിലേക്ക് വോട്ട് പെർസെൻറ്റേജ് കുറയുന്നതായിട്ട് കാണാം. അതായത് 55.8 നിന്ന്
14 42%, 2019 17.4% ഇടിയുന്നു. നേരെ പകുതിയായി ഭൂരിപക്ഷം കുറയുന്നു സോണിയാഗാന്ധിക്ക് 2019. ഇതാണ് പാറ്റേണെങ്കിൽ ഇതൊരു കർവായി നമ്മൾ കണ്ടാൽ 2024 സോണിയാഗാന്ധി അല്ല മത്സരിക്കുന്നത്, രാഹുൽ ഗാന്ധിയാണ്. അതും റായ്ബറേലിയിൽ മത്സരിച്ച് അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട് റായ്ബറേലിയിലേക്ക് മത്സരിക്കാനെത്തുമ്പോൾ റായ്ബറേലിയിലെ വോട്ടർമാർ എത്ര ഭൂരിപക്ഷം നൽകും, ഏതു രീതിയിൽ വിധി എഴുതുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുന്നു. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPM പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി ഷമാ മുഹമ്മദ്, BJP പ്രതിനിധി ശങ്കുട്ടി ദാസ് എന്നിവരാണ്. ആദ്യം ഞാൻ ഷമാ മുഹമ്മദിലേക്ക് പോകാം. ഷമാ മുഹമ്മദ്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ പറഞ്ഞത് വയനാട് തനിക്കൊരു കുടുംബം പോലെയാണ്, താൻ സോണിയാഗാന്ധിയെ, അമ്മയെ ഇടയ്ക്കിടയ്ക്ക് വയനാട്ടിൽ വന്ന് താമസിക്കാൻ ക്ഷണിക്കുമായിരുന്നുവെന്നാണ്. ഇന്നിപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി പറയുന്നു അമേഠിയും റായ്ബറേലിയും എനിക്ക് കുടുംബങ്ങൾ പോലെയാണ്. 3 കുടുംബങ്ങളുണ്ട്, അതിലൊരു കുടുംബത്തെ ഉപേക്ഷിച്ചു അമേഠി, രണ്ടാമത്തെ കുടുംബം വയനാടാണ്, മൂന്നാമത്തെ കുടുംബം റായ്ബറേലിയാണ്. വയനാട്ടിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി ജയിച്ചാൽ ഏത് കുടുംബം നിലനിർത്തും, ഏത് കുടുംബത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഉപേക്ഷിച്ചു പോകും? നമസ്കാരം. എനിക്ക് ചിരി വരിക, ഞാൻ 13 മിനിറ്റായി നിങ്ങൾ സംസാരിക്കുന്നു. ഇതിൽ നിങ്ങൾ ആദ്യം വയനാട് പോയിട്ട് കുറേ BJP-കാരോട് സംസാരിച്ചു. നിങ്ങൾ കോൺഗ്രസ്സുകാരും ലീഗുകാരോടും സംസാരിക്കണം, വെറും BJP-കാരോട് മാത്രമല്ല. എനിക്ക് ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പിൽ നേതാവ് എവിടെയാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞത് അത് നമ്മളെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഞങ്ങൾ പാർട്ടി ഡിസൈഡ് ചെയ്യുന്നതാണ് അവരെവിടുന്നാണ് മത്സരിക്കേണ്ടത്. എനിക്കിന്ന് ചോദിക്കാൻ പറ്റും, BJP-ക്ക് സാച്ചുറേഷനാണ് ഉത്തര ഭാരതത്തിൽ, അവർക്ക് സീറ്റ് വേണ്ട എവിടെയാണ് ദക്ഷിണ ഭാരതത്തിൽ. എന്തുകൊണ്ട് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ മത്സരിക്കുന്നില്ല? എന്തുകൊണ്ട് നരേന്ദ്രമോദി കേരളയിൽ നിന്ന് മത്സരിക്കുന്നില്ല? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ വന്നാൽ തോൽക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല, ഞങ്ങൾ എവിടുന്ന് മത്സരിക്കും, ഞങ്ങൾക്ക് ഒരു പേടിയില്ല. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഒരു വീടില്ല. ഇപ്പോൾ രാഹുൽജി എന്താ പറഞ്ഞത്, ഇന്ത്യയിൽ എവിടെയും പോയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും. രണ്ടാമത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട മത്സരിക്കുന്നത് ഇത്ര വലിയ ധീരതയുടെ ഒരു വലിയ ലക്ഷണമാണോ? അതും റായ്ബറേലി പോലെ കോൺഗ്രസിനെ ഏതു കാലത്തും കൈവിടാത്ത മണ്ഡലത്തിൽ മത്സരിക്കുന്നതാണോ വലിയ ധീരത? അല്ല, നിങ്ങൾ ഓൾറെഡി നിങ്ങളെ വോയിസ് നിങ്ങൾ കുറേ സമയം കേട്ടു. ഇനി ഞങ്ങളെ വോയിസ് ഒന്ന് കേട്ടു, നിങ്ങളെ ശബ്ദം കേൾക്കൂ. അല്ലെങ്കിൽ എനിക്ക് പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വിടാം, ഞാൻ അനങ്ങാണ്ടിരിക്കാം. നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ ഒരു പേഷ്യൻസ് വേണം. ഞങ്ങൾ മലയാളത്തിൽ പറയാൻ ക്ഷമ വേണം ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ. രണ്ടാമത്, നിങ്ങൾക്ക് ഇത് BJP-യുടെ ഒരു പ്രൊപ്പഗാൻഡ. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയോ ജമ്മു ആൻഡ് കാശ്മീരിൽ ആരാ യൂണിയൻ ടെറിട്ടറി ആക്കിയത്? BJP. 370 ആർട്ടിക്കിൾ അവർ മാറ്റിയിരിക്കുക. അവർ പറഞ്ഞു ഞങ്ങൾ എന്തായാലും അവിടെ ജയിക്കും. കാശ്മീർ വാലി, ബാരാമുള്ള, അനന്ത്നാഗ്, ഇവിടെ അവർ കാൻഡിഡേറ്റ് വെക്കുന്നില്ല. അത് നിങ്ങൾ എന്തുകൊണ്ട് ഒരു സ്റ്റോറി ആക്കാത്തത്? എവിടെയാണ് ഈ ഡറോമത്ത് എന്ന് പറയുന്ന നരേന്ദ്രമോദി? എന്തുകൊണ്ട് അവിടെ ഡെപ്പോസിറ്റ് അവരെ പോവും? മൂന്നാമത്, ഇത് എന്താണ് ഇവിടുത്തെ വിഷയം നിങ്ങൾക്കറിയോ? ഇപ്പോഴത്തെ വിഷയം എന്താണ് ഇന്ത്യയിലത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഒരു മൊളസ്റ്റർ, ഒരു റേപ്പിസ്റ്റിന്റെ മകനാണ് അവർ ടിക്കറ്റ് കൊടുത്തത്. ഈ മകൻ ആരുമല്ല. എന്തുകൊണ്ട് ഡിഫാക്ടോ റേപ്പിസ്റ്റിനാണ് അവർ കൊടുക്കുന്നത്? അത് നിങ്ങൾ സംസാരിക്കുന്നില്ല അതിനെ പറ്റിയിട്ട്. ഇന്നലെ ടിക്കറ്റ് കൊടുത്തിരിക്കുക അദ്ദേഹത്തിന്റെ. നമുക്കറിയാം, പുതിയ പാർലമെന്റിന്റെ ഇനോഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഗുസ്തി താരങ്ങൾ പ്രതിഷേധം ചെയ്യുമ്പോൾ അമിത്ഷായുടെ പോലീസ് അവരെ അടിച്ചിരിക്കുകയാണ് ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് അതിൻ്റെ ഉള്ളിൽ. വേറൊരു സെക്ഷൽ പ്രഡേറ്റർ അദ്ദേഹം, ഈ രേവണ്ണ എന്ന് പറയുന്ന അദ്ദേഹം, പ്രജ്വൽ രേവണ്ണ പാർലമെന്റിൽ കയറുന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും ആദ്യം പ്രതിഷേധം ചെയ്യുന്നത്. ആ സെക്ഷൽ പ്രഡേറ്ററിന്റെ കാര്യം BJP-ക്കും നരേന്ദ്രമോദിക്കും ഡിസംബറിൽ അറിയായിരുന്നു. എന്നിട്ടും നരേന്ദ്രമോദി ഏപ്രിൽ 8 സ്റ്റേജിൽ എന്നിട്ട് പറയും ഇസ്കോ വോട്ട് ദേദോ, മേരെ ലിയെ വോട്ട് ദേദോ, എനിക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് വോട്ട് കൊടുക്ക്. ആ സെക്ഷൽ പ്രഡേറ്റർ ഇപ്പം പുറത്താണ്. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഹോം മിനിസ്റ്റർ, ആഭ്യന്തര മന്ത്രിയുടെ കീഴിലാണ്. ആ സെക്ഷൽ പ്രഡേറ്ററിനെ എപ്പാന്ന് തിരിച്ചു കൊണ്ടുവരുന്ന BJP. മൂന്നാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഞങ്ങൾ ഇവിടുത്തെ കുറെ മുസ്ലിംസ് ഇവിടുത്തെ പൗരന്മാരല്ല, അവർ പുറത്തുള്ള ആൾക്കാരാണ്. അവരിവിടെ വന്നിട്ട് 7 മക്കളെ പ്രസവിക്കുകയാണ്. അവരിവിടുത്തെ പൗരന്മാരല്ല. ഇതെല്ലാം ആരാ പറയുന്നത്? അവര് ഹിന്ദുക്കളെ സമ്പദം എടുക്കുന്നു. എന്നിട്ട് എന്ത് നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത്? ഒരു നടപടി എത്തിയിട്ടില്ല. ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ വായിച്ചു തരാം. എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? കോൺഗ്രസ് വാണ്ട്സ് ടു ചേഞ്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ ചോദിച്ചത് ജയിച്ചാൽ വയനാടോ റായ്ബറേലിയോ ഏത് നിലനിർത്തും എന്നുള്ളതായിരുന്നു ചോദ്യം. ഇതൊക്കെ അതിന്റെ ബാക്കിയുള്ള വിഷയങ്ങളാണ്. പക്ഷേ ഈ ചോദ്യത്തിന് നേരിട്ടുള്ള ഒരു ഉത്തരം നൽകൂ.
അതല്ല നിങ്ങളൊരു അറിയപ്പെടുന്ന ഒരു പത്രക്കാരനാണ്, നിങ്ങളൊരു അറിയപ്പെടുന്ന ഒരു ആങ്കറാണ് നിങ്ങൾ. അപ്പൊ ഇന്നലെ അദ്ദേഹം പറയാ ജിഹാദി വോട്ട് ബാങ്ക്. അപ്പൊ എല്ലാ സമയത്തും മുസ്ലിംസ് ആണ് ഇപ്പം ഞങ്ങളെ വോട്ട് ബാങ്ക് ആണ്. ഈ OBCക്ക് ഒന്നും നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ വരുമ്പോൾ ഞാൻ ആദ്യ ചോദ്യം ഈ നരേന്ദ്രമോദി മുസ്ലിങ്ങളെ അപമാനിച്ചു എന്നത് ചോദിക്കണമെങ്കിൽ അത് തമ്മിലൊരു ബന്ധം വേണ്ടേ? റായ്ബറേലി എന്താ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലമാണോ? അവിടെ കണക്കെടുത്ത് നോക്കിയാൽ 34% SCയും 20% അപ്പർ കാസ്റ്റും കഴിഞ്ഞാൽ യാദവും മുസ്ലിംസും അതിനുശേഷം മാത്രമാണ് വരുന്നത്. അപ്പോൾ എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആയിരുന്നു. അമേഠി കഴിഞ്ഞ തവണ പരാജയപ്പെട്ടപ്പോൾ ആ ഭീതിയിലാണോ റായ്ബറേലിയിലേക്ക് വരുന്നത്? അതാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത്. അല്ല, നരേന്ദ്രമോദി ആരാ ചോദിക്കാൻ? ഹൂ ദ ഹെൽ ഇസ് ഹി? ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെയ്യും. ഞാൻ പറയുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് റായ്ബറേലിയിൽ ഇപ്പൊ മത്സരിക്കണം. അമേഠിയിൽ ആരാ? സ്മൃതി ഇറാനി. ഷീസ് എ നോബഡി. ഞങ്ങൾക്ക് രാഹുൽജിക്ക് സ്മൃതി ഇറാനിയുടെ എതിരായിട്ട് മത്സരിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല, അവിടെ പോയും ചെയ്യില്ല. ഞങ്ങൾ തീരുമാനിച്ചു റായ്ബറേലി ചെയ്യണമെന്ന്. അത് ആരാ? സ്മൃതി ഇറാനിയുടെ എതിരായിട്ട് നമ്മൾ എന്തിനാ മത്സരിക്കണം? ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ മറുപടി തന്നിട്ടില്ല. നരേന്ദ്രമോദി എന്തുകൊണ്ട് കേരള, തമിഴ്നാടു, ആന്ധ്ര എന്ന് മത്സരിക്കാത്ത? കർണാടക എന്ന് വരെ മത്സരിക്കാലോ. നരേന്ദ്രമോദിക്ക് എന്താണ് അദ്ദേഹം എന്തുകൊണ്ട് പേടിക്കുന്ന ദക്ഷിണ ഭാരത് മത്സരിക്കാം? അതിന്റെ മറുപടി എനിക്ക് അറിയണം ഇന്ന്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഞങ്ങൾ റായ്ബറേലിയോ ഞങ്ങൾ സെലക്ട് ചെയ്തല്ലോ. റായ്ബറേലി അമേഠി വേണ്ടാന്ന് വിചാരിച്ചു. അല്ല, ഞാൻ പറയുന്നത് അവിടെ കൊടുത്തത് ഞങ്ങളെ ഒരു സഹപ്രവർത്തന. നിങ്ങൾക്കറിയോ ആരാന്ന് മുഖ്യമന്ത്രി മധ്യപ്രദേശിന്റെ? ആരാണ് മുഖ്യമന്ത്രി രാജസ്ഥാന്റെ? ഫസ്റ്റ് ടൈം MLA. നിങ്ങൾ അന്നേരം പറയും ഭയങ്കര ഒരു കാര്യമാണ്, അത്ഭുതമാണ്. നോക്കൂ, നരേന്ദ്രമോദി ഒരു പാവം കാര്യകർത്തക്ക് ഒരു സഹപ്രവർത്തന അവനെ മുഖ്യമന്ത്രിയാക്കി. പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റിന് സ്മൃതി ഇറാനിയെ എതിരാക്കുമ്പോൾ നിങ്ങൾ പറയും അതെങ്ങനെയാ സ്മൃതി ഇറാനിയെ ഭയന്നവിടെ കിഷോരിലാൽ ശർമ്മയെ ബലി കൊടുത്ത് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലി എന്ന സേഫ് സീറ്റിലേക്ക് പോവുകയാണോ ചെയ്തത്? പേടിച്ചോടിയോ എന്നതാണ് ഇന്ന് പ്രധാനമന്ത്രി ചോദിച്ചത്. ആരെ പഠിക്കുന്നേ? സ്മൃതി ഇറാനിയെ അല്ല, പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കാൻ. പ്രധാനമന്ത്രിനെ ഡൈവേർട്ട് ചെയ്യുന്നത്. പ്രധാനമന്ത്രി എന്തുകൊണ്ട് വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നത്? ഞാൻ ചോദിച്ച കാര്യം പ്രധാനമന്ത്രി എന്തുകൊണ്ട് പ്രജ്വൽ റേവണ്ണന്റെ എതിരായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയൂ. വിശാലമായ രാഷ്ട്രീയ വിഷയമാണ്. ഞാൻ രാഷ്ട്രീയ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇന്നിപ്പോ ഫോക്കസ് ചെയ്യുന്നത് നരേന്ദ്രമോദി വയനാടിന് പുറമെ അമേഠി തിരഞ്ഞെടുക്കാതെ റായ്ബറേലി തെരഞ്ഞെടുത്തത് എന്തിന്? തന്റെ കുടുംബം വയനാടാണെന്ന് പറയുകയും ആ രണ്ടിടത്തും ജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമോ? അത് നമ്മൾ വയനാട് ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. എവിടെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്ന ചില ട്രൈബൽ ബെൽറ്റുകളിൽ 2 ഭാര്യമാരാകാം എന്ന് പറയുന്നത് പോലെ നമ്മുടെ പാർലമെന്റിൽ അങ്ങനെ ഇല്ലല്ലോ. നമുക്ക് ഒരു മണ്ഡലമല്ലേ തെരഞ്ഞെടുക്കാൻ പറ്റൂ? നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നാട് ഗുജറാത്ത് നിന്ന് അത് ഉപേക്ഷിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചില്ല? അല്ല, നിങ്ങളുടെ ചോദ്യം എപ്പോഴും BJP പോലത്തെ നിങ്ങളത്തെ പോലത്തെ സ്പോക്സ് ആങ്കറിനാ ഞാൻ അവിടെ വിളിക്കല്. നിങ്ങളുടെ ചോദ്യം വെറും വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ഇത് വയനാട്ടിലെ വോട്ടർമാർ ചോദിക്കുന്ന ചോദ്യമാണ്. ശ്രീമതി ഷമാ മുഹമ്മദ്, ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ മണ്ഡലം മത്സരിക്കുമോ എന്ന് പറഞ്ഞില്ല. ഒടുവിൽ രണ്ടാമത്തെ മണ്ഡലം തെരഞ്ഞെടുപ്പോൾ എല്ലാവരും കരുതി അമേഠി ആയിരിക്കുമെന്ന്. പക്ഷെ അമേഠിയിൽ സ്മൃതി ഇറാനിയെ കണ്ട് ഭയന്ന് രാഹുൽ ഗാന്ധി ഈ റായ്ബറേലിയിലേക്ക് പോയി എന്നതാണ് BJP ക്യാമ്പ് ഉയർത്തുന്ന ചോദ്യം. അതിനൊരു വിശദീകരണമാണ് ആവശ്യപ്പെട്ടത് ഞാൻ. BJP ആരാ? അല്ല, BJPക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞങ്ങൾ എന്തിനാ BJPക്ക് മറുപടി പോണ്ട്? വൈ ഷുഡ് വി ഫോൾ ഫോർ ദിയർ നാരേറ്റീവ്? ഞാൻ പറയൂല മറുപടി. ഞാൻ ചോദിക്കുന്ന റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച വോട്ടിന്റെ ഗ്രാഫ് അനുസരിച്ച് 10% ഭൂരിപക്ഷം കിട്ടും. അങ്ങനെ രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചാൽ ഏത് മണ്ഡലം നിലനിർത്തും, ഏത് മണ്ഡലം ഉപേക്ഷിക്കും? സ്ട്രേറ്റ് ചോദ്യമാണ്. അല്ല, ഞാനെന്തിനാ നിങ്ങളോട് സംസാരിക്കേണ്ടത്? ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ നരേന്ദ്രമോദിനോട് ചോദിച്ചോ? വാജ്പേയി 3 മണ്ഡലത്തിലാണ്, അഡ്വാനി 2 മണ്ഡലത്തിൽ ഇതാക്കിയിട്ടുണ്ട്. വാജ്പേയി 3 മണ്ഡലം ഞാൻ പറഞ്ഞുതരാലോ. വാജ്പേയി മത്സരിച്ച് 1957 മഥുര, ലക്നൗ, ബാലൻപൂർ. 62 ബാലൻപൂർ, ലക്നൗ. 1991 വിദിഷ, ലക്നൗ. 1996 ഗാന്ധിനഗർ, ലക്നൗ. LK അഡ്വാനി 1991 ന്യൂഡൽഹി, ഗാന്ധിനഗർ. അതെല്ലാം ചോദിക്കുന്ന സമയം ചോദിക്കണം. ഇത് ഞങ്ങൾ തീരുമാനിക്കും എവിടെയാ നിൽക്കുന്നത്. എന്താ നിങ്ങൾ എന്തിനാ ഞങ്ങള് പ്രതിപക്ഷ, നിങ്ങൾ സർക്കാരിനോട്, ഇന്ന് ഇരിക്കുന്ന BJP പ്രതിനിധിയോട് എനിക്കറിയേണ്ടത്,
എന്തുകൊണ്ട് നരേന്ദ്രമോദി പ്രജ്വൽ രേവണ്ണ 400-ലധികം സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തത്? ശരി, ആ ചോദ്യം ശങ്കുട്ടിദാസ് പറയട്ടെ. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, വയനാട്ടിൽ CPI സ്ഥാനാർത്ഥി ഇന്ന് പറഞ്ഞത്, ആനി രാജ ഇന്ന് പറഞ്ഞത് രാഷ്ട്രീയ നീതികേട് കാട്ടിയിരിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരോട് എന്നാണ്. ഇതേ നിലപാടാണോ CPM-നും ഈ വിഷയത്തിൽ? രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്ക് തന്നെ ബാധ്യതയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ എടുക്കുന്ന ഈ അവസരവാദപരമായ ഒളിച്ചുകളി നമ്മുടെ മുന്നിൽ വെക്കുന്ന യഥാർത്ഥ പ്രശ്നം. അവിടെ BJP-ക്കെതിരായ ഫലപ്രദമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമാജ്വാദി പാർട്ടിയെ പോലും വിശ്വാസത്തിലെടുക്കാതെ നാടകീയമായി വളരെ രഹസ്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ആത്യന്തികമായി ഫലം ചെയ്യില്ല, ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയെങ്കിലും പാർലമെൻറ്റിനകത്ത് നുഴഞ്ഞു കയറാനുള്ള എന്തെങ്കിലും മാർഗം ഏതെങ്കിലും വഴിക്ക് ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ BJP-ക്കെതിരായ പൊതുമുന്നണിയെ മുന്നോട്ട് നയിക്കുക എന്ന ഒരു നില രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ദയനീയമായ ഈ നിലയിൽ നിന്നുകൊണ്ട് കാണാനാവുന്നത്. ഇവിടെ കേരളത്തോട് അദ്ദേഹം സത്യസന്ധത കാട്ടിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 5 കൊല്ലക്കാലം അവിടെ ഇരിക്കാൻ കഴിഞ്ഞത്, പാർലമെൻറ്റിൽ ഇരിക്കാൻ കഴിഞ്ഞത് വയനാട് വഴിയാണ്. ആപത്ത് കാലത്ത് കേരളമാണ് അദ്ദേഹത്തിൻ്റെ അത്താണിയായി മാറിയത്, വയനാടാണ് ഒരു അത്താണിയായി മാറിയത്. വയനാട്ടുകാരാവട്ടെ, അവിടുത്തെ കോൺഗ്രസ് ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, ഭൂമിയോട് ക്ഷമിക്കുക എന്നല്ല, അപാരമായ ത്യാഗം സഹിച്ചു. രാഹുൽ ഗാന്ധിയുടെ മാനം കാക്കാൻ കോൺഗ്രസിൻ്റെ കൊടി പൊക്കാനായില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി എന്തെങ്കിലും പറയുമോ, BJP എന്തെങ്കിലും പറയുമോ എന്ന് ഭയപ്പെട്ട് മുസ്ലിം ലീഗുകാർക്ക് അവരുടെ കൊടി മടിയിൽ ഒഴിപ്പിക്കേണ്ടി വന്നു. ഈ വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലെങ്കിലും കൊടി പൊക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ഇപ്പം മുസ്ലിം ലീഗുകാർ. ഇപ്പോൾ റായ്ബറേലിയിൽ ആ കൊടിയും കൊണ്ട് പോകാൻ അവർ സമ്മതിക്കുമോ? റായ്ബറേലിയിലെ ക്യാമ്പയിനിൽ കോൺഗ്രസിൻ്റെ കൊടി പൊക്കാൻ അനുവാദമുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തത വന്നിട്ടില്ല. ലീഗിനില്ലാത്ത ബുദ്ധിമുട്ട് CPM-ന് എന്താണ് അനിൽകുമാർ ഈ വിഷയത്തിൽ? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ശ്രീ അനിൽകുമാർ കേട്ടില്ലേ? ലീഗ് കൂടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അല്ല, നമുക്ക് തർക്കമൊന്നുമില്ല. ഇത് കുഞ്ഞാലിക്കുട്ടിക്ക് എപ്പോൾ പറയായിരുന്നു? വയനാട് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിന് മുന്ന്, വോട്ടെടുപ്പിന് മുന്നേ പറയാമായിരുന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ലീഗ് പറഞ്ഞ തട്ടിപ്പാണോ ഇത്? റായ്ബറേലിയിൽ മത്സരിക്കുന്ന ലീഗ് ആവശ്യപ്പെട്ടെങ്കിൽ വയനാട്ടിലെ വോട്ടർമാരോട് കാട്ടിയ വഞ്ചനയുടെ കാര്യത്തിന് ലീഗിന് പങ്കിട്ടെന്നല്ലേ? എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നതേ ഇല്ല. പോളിറ്റ് ബ്യൂറോ അംഗം പറയുന്നു രാഹുൽ ഗാന്ധി നേരിട്ട് BJP-യോട് മത്സരിക്കാത്തത് എന്താണ്? എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് കേരളത്തിൽ വന്ന് വയനാട്ടിൽ വന്ന് CPI-യോട് മത്സരിക്കുമ്പോൾ നൽകുന്നത്? ഇതാ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ BJP-യുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാൻ സ്ഥാനാർത്ഥിയാവുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു ഇത് രാഷ്ട്രീയ നീതികേട്, ഇത് ശരിയാണോ? അപ്പോൾ നിങ്ങൾ വയനാട്ടിൽ വന്ന് മത്സരിച്ചാൽ അത് രാഷ്ട്രീയമായിട്ട് വിശദീകരണം നൽകണം. ഇനി റായ്ബറേലിയിൽ മത്സരിച്ചാലോ അപ്പോൾ രാഷ്ട്രീയ നീതികേടാവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ നിങ്ങൾ. അല്ലല്ല, ഞങ്ങൾക്ക് കൃത്യമായ ഉറപ്പുണ്ട്. ഞങ്ങൾ പറഞ്ഞ പോയിന്റ് ഒന്ന്, രാഹുൽ ഗാന്ധിയെ പോലെ. ഞാൻ പറയട്ടെ, എന്നോടല്ല ചോദ്യം. എന്നോടാവുമ്പോൾ ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ സഹായം വേണ്ട. അല്ലല്ല, മറുപടി പറയാൻ നിങ്ങൾക്കൊരവസരം തരുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ നുഴഞ്ഞു കയറിയ ആളല്ലല്ലോ. അതെ. അപ്പം ഞാൻ പറയുന്നത്, വയനാട്ടിലൊരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് എന്താണ് രാഹുൽ ഗാന്ധിയുടെ തർക്കം? BJP-ക്കെതിരെ മത്സരിക്കുന്നതിൽ ഞങ്ങൾക്ക് തർക്കമുണ്ടോ? അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ പോയി ഞങ്ങൾ തർക്കിച്ചോ? ഞങ്ങൾ തർക്കിച്ചില്ലല്ലോ. അത് ഒരു തർക്കവും ഞങ്ങൾ നടത്തിയില്ല. ഞങ്ങൾ തർക്കിച്ച ഏത് പോയിന്റിലാണ്? കേരളം പോലെ BJP-യെ നേരിടാൻ ഇടതുപക്ഷം ശക്തമായൊരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ മത്സരത്തിൻ്റെ ചിറകിലേറി കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുക, UDF നിലപാട് സ്വീകരിക്കുക. ഇത് ഇന്ത്യ രാജ്യത്ത് BJP-യെ ശക്തിപ്പെടുത്തുകയല്ല, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതിന് സൂചനയാണ്. ഇതാണ് ഞങ്ങളുടെ 2019 വാദം. ഇക്കൊല്ലം ഇപ്പോഴും അതേ വാദമാണ്. നിങ്ങൾ കേരളത്തിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്ന ഒഴിച്ച് ബാക്കി ഇന്ത്യയിൽ എവിടെ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ തർക്കം. കേരളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടിയോടാണ് മത്സരിക്കാൻ വരുന്നത്. ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടിയോട് മത്സരിക്കാൻ വരികയും കേരള മുഖ്യമന്ത്രിയെ പിടിച്ചെന്താ ജയിലിലിടാത്തതെന്ന് മോദിയോട് ചോദിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ നന്നായിട്ട് കൈകാര്യം ചെയ്താൽ കേരളത്തിൽ നിന്ന് വിട്ടത്. അതാണ് ഞങ്ങൾക്കൊരു സംശയമില്ലാത്ത കാര്യം.
അല്ല, ഇതേ കൈകാര്യം ചെയ്ത രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണ് ഡൽഹിയിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടിയുടെ പ്രസിഡന്റ് പാർട്ടിയുടെ സെക്രട്ടറിയും എല്ലാം വോട്ടിടുന്നത് എന്നത് നമ്മൾ വിസ്മരിക്കരുത്. ഒരു മുന്നണിയിലുള്ള രണ്ട് നേതാക്കളുടെ സംഭാഷണങ്ങളാണ് നമ്മൾ കേട്ടതേ. അല്ലല്ല, അവിടെ തെറ്റുപറ്റി. അരുൺ ഇതുപോലെ തെറ്റുപറ്റിയോ? അരുണിനെ പോലെ ഇത്രയും ഉയർന്ന ഒരാൾക്ക് തെറ്റുപറ്റാമോ? ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ അല്ല വോട്ടിടുന്നത്, ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയ്ക്കാണ് വോട്ടിടുന്നത്. വേണ്ടി നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നു. നിങ്ങൾ തമിഴ്നാട്ടിലെത്തുമ്പോൾ ഡിണ്ടിഗലിലടക്കം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം രാഹുൽ ഗാന്ധി വെക്കുന്നു. പലതവണ പറഞ്ഞു കഴിഞ്ഞതായതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാത്തത്. പക്ഷേ എന്റെ ചോദ്യം ഇതേ ഉള്ളൂ, BJPയുമായി നേരിട്ട് രാഹുൽ ഗാന്ധി പ്രശ്നം അവസാനിച്ചില്ലേ? നിങ്ങളുടെ ഒരു ആശങ്കയ്ക്കുള്ള പരിഹാരമല്ലേ രാഹുൽ ഗാന്ധി ചെയ്തത്? നിങ്ങളുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം, നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങളുടെ പോയിന്റ് അതല്ല. ഞങ്ങളുടെ പോയിന്റ് എവിടെയാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് ഈ വയനാട്ടിൽ മത്സരിക്കുന്നില്ല രാഹുൽ ഗാന്ധി ചോദിക്കുമോ? അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഈ കേരളത്തിലെ ഒരു വാർഡ് പ്രസിഡന്റ് നിലവാരത്തിലേക്ക് താഴ്ത്തി കിട്ടിയത് കോൺഗ്രസ്സാണ്. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വാദം. രണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ CPIക്കെതിരെ മത്സരിക്കാൻ, LDFനെതിരെ മത്സരിക്കാൻ അദ്ദേഹം പുറപ്പെടാൻ പാടില്ലായിരുന്നു. അന്ന് ഇന്ത്യ മുന്നണി ഇല്ല, ഇന്ന് ഇന്ത്യ മുന്നണി ഉണ്ട്. ഇന്ത്യ മുന്നണിയുടെ എസൻസിന് നിങ്ങളില്ലല്ലോ. അത് തെറ്റായ ധാരണയാണ്. അത് നിങ്ങൾക്ക് തെറ്റാണ്. നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യ മുന്നണി ഞങ്ങളില്ലേ? ഇന്ത്യ മുന്നണി കേരളത്തിലും അല്ല, കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇന്ത്യ മുന്നണി. പരസ്പരം മത്സരിക്കുന്നുവെന്ന് ധാരണയാക്കിയതല്ലേ? പിന്നീട് എന്തിനാണ് ആവർത്തിച്ച് നമ്മളത് പറയുന്നത് അനിൽകുമാർ? അല്ലല്ല, തെറ്റുപറ്റിപ്പോയി. 28 പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലുണ്ട്. 28 പാർട്ടികളുടെ കോർഡിനേഷൻ ഉണ്ടോ? 28 പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലുണ്ട്. 28 പാർട്ടികളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടോ? ഇല്ല. ഇന്ത്യ മുന്നണിക്ക് ഒരു കോർഡിനേഷൻ കമ്മിറ്റി വേണം എന്നൊരു നിർദ്ദേശം വന്നിരുന്നു, അത് കൂടിയിട്ടില്ല. ഏതെങ്കിലും ഒരു ദിവസം ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റി കൂടി അരുണ് കാണിച്ചു തരാമോ? ഒരു ദിവസം കൂടിയിട്ടില്ല. ഇപ്പോഴും ഇന്ത്യ മുന്നണിയുണ്ട്. ഇന്ത്യ മുന്നണിയിൽ 28 പാർട്ടികളുണ്ട്. അതിൻ്റെ യോഗത്തിൽ CPM മുടങ്ങാതെ പങ്കെടുത്തിട്ടുണ്ട്. അതിന് കോർഡിനേഷൻ കമ്മിറ്റി വേണ്ടതില്ല, അതിന് ഔപചാരികമായ ഒരു സംവിധാനം വേണ്ടതില്ല എന്ന അഭിപ്രായം ഞങ്ങൾ. ശരി, അപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയ നീതികേടാണ് എന്ന അഭിപ്രായം, അത് വഞ്ചിക്കുകയായിരുന്നു എന്നതാണ് CPMന്റെ നിലപാട്. അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി ഭയന്നോടിയോ എന്നതാണ് ചോദ്യം. ശങ്കുട്ടി ദാസ് നമുക്കൊപ്പം ചേരുന്നു, BJP പ്രതിനിധി. ശങ്കുട്ടി ദാസ്, ഭയന്നോടിയോ എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി ചോദിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടത്തിലെയും നിസ്സംഗതയും തരംഗം പോയിട്ടൊരോളം പോലുമില്ലെന്ന് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ഉള്ളിൽ കിടുകിടാ വിറച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പറഞ്ഞോളൂ. അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഇപ്പൊ ഈ നടത്തിയ പ്രസ്താവന അങ്ങയുടെ സ്വന്തമാണോ അതോ മറ്റാരെങ്കിലും പറഞ്ഞത് അങ്ങ് കോട്ട് ചെയ്യാണോ എന്നുള്ളത്. പ്രധാനമന്ത്രി നിറച്ചുകൊണ്ടാണ് ഈ പ്രസ്താവന നടത്തിയെന്നൊക്കെ പറയുന്നു. നോക്കൂ, ആദ്യഘട്ടത്തിൽ മോദി ഗ്യാരണ്ടി, രാംലല്ല, അയോധ്യ ഇതൊക്കെയായിരുന്നു. അതൊക്കെ മാറി. അതിനുശേഷം പിന്നീട് പെറ്റുകൂട്ടുന്നവരെ കുറിച്ച്, ഇൻഫിൽട്രേറ്റേഴ്സിനെ കുറിച്ച്, നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ച്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒക്കെയായി. അപ്പോൾ ആ ഭയപ്പാട് അതിൽ കാണാം, ഗിയർ മാറ്റുന്നതിൽ. അതിനുശേഷം രാഹുൽ ഗാന്ധി 2 ഇടത്തും തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും മത്സരിക്കാൻ വരുന്നു. അപ്പോൾ ഭയപ്പാട് രാഹുൽ ഗാന്ധിക്കാണോ മോദിക്കാണോ എന്നതാണ് ചോദ്യം. ഇതൊക്കെ നിങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ വിഷയങ്ങൾക്കെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയിട്ടുള്ള പ്രസംഗം എന്താണ്, അതിനടുത്ത ദിവസം നടത്തിയിട്ടുള്ള പ്രസംഗം എന്താണ്, ഇതൊക്കെ അതാത് വിഷയങ്ങൾ ബന്ധപ്പെട്ട ചർച്ചകളിൽ BJP പ്രതിനിധികൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലെല്ലാം ഈ രാജ്യത്തിന്, ഈ സമൂഹത്തിനൊരു ക്ലാരിറ്റി ഉണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ താൻ വടക്കേ ഇന്ത്യയിൽ ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ പോകുന്നുണ്ട് എന്നത് വെളിപ്പെടുത്തിയിരുന്നില്ല. വയനാടാണ് ഇനി എൻ്റെ മണ്ഡലം, വയനാട് എൻ്റെ 2ാമത്തെ വീടാണ്, ഡൽഹിയിൽ ആ വൃത്തികെട്ട വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാൻ മാത്രമല്ല ഇനി എൻ്റെ അമ്മയും വയനാട്ടിൽ വന്ന് താമസിക്കാൻ പോവാണ്, വയനാടിൻ്റെ സ്ഥിരം തട്ടകമാക്കി മാറ്റാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഞാൻ വയനാട്ടിൻ്റെ MP ആയിട്ട് ഇനി 5 കൊല്ലം പ്രവർത്തിക്കാൻ പോവുകയാണെന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് മുഴുവൻ പെട്ടിയിലായതിനു ശേഷം
വളരെ പെട്ടെന്ന് ഗിയർ മാറ്റിക്കൊണ്ട് അവസാന ദിവസം കൊണ്ടുപോയി റായ്ബറേലിയിൽ പത്രിക കൊടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വട്ടം മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ള അമേഠിയിൽ പോയി പത്രിക കൊടുക്കുകയാണെങ്കിൽ പോലും അതൊരു ഫൈറ്റാണ്. ഒരു തവണത്തെ പരാജയം കൊണ്ട് ആ മണ്ഡലം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല, ആ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന് പറയുന്ന ഒരു ഫൈറ്റിൻ്റെ സ്പിരിറ്റാണ് അത് എന്ന് എടുക്കായിരുന്നു. അങ്ങനെയല്ല, ഒരൊറ്റ തവണ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടതോടുകൂടി പരമ്പരാഗതമായി കയ്യിൽ വെച്ചിരുന്ന മണ്ഡലം, 1980 മുതൽ കയ്യിൽ വെച്ചിരുന്ന മണ്ഡലം, ആദ്യം സഞ്ജയ് ഗാന്ധി, അതിനുശേഷം 1984 മുതൽ 91 വരെ രാജീവ് ഗാന്ധി, അതിനുശേഷം 1999 മുതൽ 2004 വരെ സോണിയാഗാന്ധി, ഇങ്ങനെ പരമ്പരാഗതമായിട്ട് കയ്യിൽ വെച്ചിരുന്ന മണ്ഡലം, 2004 മുതൽ 2014 വരെ താൻ തന്നെ കയ്യിൽ വെച്ചിരുന്ന മണ്ഡലം, ആ മണ്ഡലം ഇനിയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുന്നത്, എന്തിനാ അമേഠി പോകുന്നത്, ആരുടെ മണ്ഡലം, അത് സ്മൃതി ഇറാനിയുടെ മണ്ഡലല്ലേ, അവിടെ പോയിട്ട് അവരോട് മത്സരിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താണുള്ളത്, അതിന് മാത്രം അവർ ആരാണെന്നാണ്. കഴിഞ്ഞ തവണ അമേഠിയിൽ സ്മൃതി ഇറാനി മത്സരിക്കാൻ വന്നപ്പോൾ അതിനെപ്പറ്റി പ്രിയങ്ക ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചത് ഹൂ സ്മൃതി ഇറാനി എന്നാണ്, ആരാണ് ഈ സ്മൃതി ഇറാനി എന്നാണ്. ആ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി അവിടെ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല 5 കൊല്ലം കൊണ്ട് ആ മണ്ഡലം അവർക്ക് കൈയൊഴിഞ്ഞു കൊടുത്തു. ഈ ആ മണ്ഡലത്തിന് മുകളിൽ ഞങ്ങൾക്കൊരു ക്ലെയിമും ഇല്ല എന്ന് പറഞ്ഞു. സ്മൃതി ഇറാനിയുടെ മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി എന്തിനാണ് പോകുന്നത് എന്നാണ് കോൺഗ്രസ് പ്രതിനിധി ചോദിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പരാജയം എന്ന് വിളിക്കുന്നത്. ഇനി ആ മണ്ഡലത്തിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായിട്ട് അടുത്ത സേഫ് സീറ്റ് തേടി സോണിയാഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജറായിരുന്ന കിഷോരിലാൽ ശർമ്മ മതി സ്മൃതി ഇറാനിയെ നേരിടാൻ അമേഠിയിൽ എന്ന് വേണമെങ്കിൽ കോൺഗ്രസിന് വാദിക്കാമല്ലോ. സാർ, അത് രാഹുൽ ഗാന്ധി ഒരു തവണ വിജയിച്ചതിന് ശേഷം ജയിച്ചു നിൽക്കുന്ന മണ്ഡലത്തിൽ കിഷോരിലാലിനെ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഹീറോയിസം പറയാം. ഒരു തവണ ഞാൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ കിഷോരിലാലിനോട് ജയിച്ചിട്ട് വന്നിട്ട് എന്നോട് മത്സരിക്കാൻ പറഞ്ഞ രസമുണ്ട്. നിങ്ങൾ തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പോൾ അടുത്ത വട്ടം ഞാൻ വേണ്ട കിഷോരിലാൽ മതി എന്ന് പറയുന്നതിൽ എന്ത് ഹീറോയിസ് ആണല്ലോ സാർ. നിങ്ങൾക്ക് ഒരാളെ തോൽപ്പിക്കാൻ പറ്റുമെന്നിരിക്കലും നിങ്ങളത് ചെയ്യാതിരിക്കുമ്പോൾ അത് തിദിക്ഷയാണ്, അത് വീര്യമാണ്. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഞാൻ മത്സരിക്കാനേ ഇല്ല എന്ന് പറയുന്നത് ഭീരുത്വമാണ്. അതിൽ ഈ പറയുന്ന പോലത്തെ അതിനേക്കാൾ കൂടുതൽ വൈകാരിക ബന്ധം കോൺഗ്രസിന് റായ്ബറേലിയുമായുണ്ട്. മുത്തച്ഛൻ, മുത്തശ്ശി, അമ്മ, ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു. അപ്പൊ റായ്ബറേലി മണ്ഡലത്തിൽ രണ്ടാമത് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിച്ചാൽ നിങ്ങൾ തന്നെ പറയും പരിവാർവാദ്, നിങ്ങൾക്ക് പാരമ്പര്യമാണ്, കുടുംബ ഭരണമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി റായ്ബറേലിയോ അമേഠിയോ ചോയ്സ് വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ റായ്ബറേലി നിലനിർത്താൻ തീരുമാനിച്ചു. അതിലാണ് വൈകാരികമായിട്ടൊരു ബന്ധം കൂടിയുള്ളത്. അങ്ങനെ വൈകാരികമായ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസുകാർക്കുള്ള ബന്ധത്തെയാണോ നിങ്ങൾ ഭയക്കുന്നത്? എന്ത് ഭയം! നോക്കൂ, ഞങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ വൈകാരികതയും പാരമ്പര്യത്തെയൊക്കെ ഭയക്കുകയാണെങ്കിൽ സ്മൃതി ഇറാനി രണ്ടാമത്തെ തവണ വീണ്ടും അമേഠിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് ആ മണ്ഡലം ജയിക്കുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2009 രാഹുൽ ഗാന്ധിക്ക് 71% വോട്ട് കിട്ടിയിട്ടുള്ള മണ്ഡലമാണ് ഈ പറയുന്ന അമേഠി എന്ന് പറയുന്ന മണ്ഡലം. അന്ന് അവിടെ BJP 3-ാം സ്ഥാനത്തായിരുന്നു, 5% വോട്ടേ ഉള്ളൂ. 2014 സ്മൃതി ഇറാനി മത്സരിക്കാൻ വന്നപ്പോൾ അവർക്ക് 34% വോട്ടായി. രാഹുൽ ഗാന്ധിക്ക് അപ്പോഴും 46% വോട്ടുണ്ട്. അവർ വീണ്ടും മണ്ഡലത്തിൽ തുടർച്ചയായി പ്രവർത്തിച്ചു. 5 കൊല്ലം മണ്ഡലം വിട്ട് പോയില്ല, മണ്ഡലത്തിൽ തന്നെ സജീവമായിട്ടുള്ള സാന്നിധ്യം നിലനിർത്തി. 2019 മത്സരിക്കുമ്പോൾ സ്മൃതി ഇറാനിക്ക് അവിടെ 49% വോട്ടായി, പകുതി വോട്ട് അവർക്കായി. രാഹുൽ ഗാന്ധിക്ക് 43%. ഈ പാരമ്പര്യം, ഈ പൈതൃകം, ഈ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാലം തൊട്ട് ഉണ്ടാക്കിയെടുത്തുള്ള ബന്ധം 5 കൊല്ലം കൊണ്ടാണ് സ്മൃതി ഇറാനി തകർത്ത് കളഞ്ഞത്. അതാണ് റായ്ബറേലിയിൽ സംഭവിക്കാൻ പോകുന്നത്. റായ്ബറേലിലെ കണക്ക് നേരത്തെ ക്ഷമ ചോദിച്ചൊരു ചോദ്യത്തിന് കൂടിയുള്ള മറുപടി വേണം. കൈസർഗഞ്ചിൽ ഉത്തർപ്രദേശിൽ ബ്രിജ്ഭൂഷൺ എന്ന ആരോപണ വിധേയനായ, അതും ഇന്ത്യയിലെ അത്ലറ്റുകൾക്കൊക്കെ മാനാപമാനം ഉണ്ടാക്കി തീർത്ത് ഇന്ത്യയുടെ ശിരസ് തന്നെ കുനിഞ്ഞുപോയ ഒരു കേസിലെ ഒരു പ്രതിയുടെ മകന് കൈസർഗഞ്ചിൽ നിങ്ങൾ കരൺ ഭൂഷൺ സിംഗിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുകയാണ്. അവിടെ നരേന്ദ്രമോദിക്ക് ഒന്ന് മത്സരിക്കാമായിരുന്നില്ലേ? അതല്ലേ ഹീറോയിസം? അതെന്തിനാണ് നരേന്ദ്രമോദി അവിടെ മത്സരിച്ച് ഹീറോയിസം കാണിക്കുന്നത്? നിങ്ങൾ ഈ നരേന്ദ്രമോദിനെ ഈ ഡിബേറ്റിലേക്ക് വലിച്ചഴിക്കുന്നതിൻ്റെ യുക്തി തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. നരേന്ദ്രമോദി 2014 വഡോദരയിലും മത്സരിച്ചു, വാരണാസിയിലും മത്സരിച്ചു. 2 മണ്ഡലത്തിലും നരേന്ദ്രമോദി ജയിച്ചു. ഇതിലൊരു മണ്ഡലത്തിൽ തോറ്റതിന് ശേഷം പിന്നീട് മറ്റേ മണ്ഡലം സേഫ് സീറ്റ് തിരഞ്ഞെടുക്കുകയല്ല ചെയ്ത്. നരേന്ദ്രമോദി വഡോദരയിൽ ആ മണ്ഡലം ഉപേക്ഷിക്കുന്ന 72% വോട്ട് മേടിച്ചിട്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം വഡോദരയിലെ അംഗത്വം രാജിവെക്കുന്നത്. അദ്ദേഹം വാരണാസിയിലെ MP ആയി തുടർന്നു. 2019 നരേന്ദ്രമോദി വാരണാസി മാത്രമേ മത്സരിക്കുന്നുള്ളൂ. നരേന്ദ്രമോദിക്ക് യാതൊരു സംശയം ഉണ്ടായിട്ടില്ല. ഒരു സേഫ് സീറ്റ് ഉണ്ടായിക്കൊണ്ട് വിചാരിച്ച് നരേന്ദ്രമോദി ഗുജറാത്തിലെ ഒരു സീറ്റിൽ മത്സരിച്ചിട്ടില്ല. വാരണാസിയിൽ ഒറ്റയ്ക്ക് ഇന്ന് ജയിക്കാൻ പറ്റുന്നുള്ള ഉറപ്പുണ്ട്. തെക്കേ ഇന്ത്യയിൽ രാഹുൽ നരേന്ദ്രമോദി മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ ആ തരംഗമേശില്ല എന്നുള്ള ഭയം കൊണ്ടാണോ? നിങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള സ്പെക്കുലേഷൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും വിചാരിച്ചിരുന്നു ഒരുപക്ഷെ നരേന്ദ്രമോദി തെക്കോട്ട് വരുന്നു. കാരണം എന്താ വെച്ചാൽ ഗുജറാത്ത് വെസ്റ്റിൽ നിന്ന് വരുന്നു,
ആദ്യ തവണ ഈസ്റ്റിൽ നിന്ന് ജയിക്കുന്നു, അടുത്ത തവണ സൗത്തിൽ നിന്ന് മത്സരിക്കുന്നു ജയിക്കുന്നു, അടുത്ത തവണ നോർത്തിൽ പോയിട്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അതിലൊരു കാവ്യഭംഗിയുണ്ട്. അങ്ങനെയുള്ള ചില പൊളിറ്റിക്കൽ അനാലിസിസ്റ്റുകൾ, ചില സ്പെക്കുലേഷൻകാർ നടത്തിയിട്ടുള്ള ചില അനാലിസിസ് അല്ലാതെ BJP ഏതെങ്കിലും ഈ തെക്കേ ഇന്ത്യയിൽ വന്ന് മത്സരിക്കണമെന്ന് നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? വഡോദരയിലും വാരണാസിയിലും വിജയിച്ച് മത്സരിച്ച നരേന്ദ്രമോദിയാണ് വീണ്ടും വാരണാസിയിൽ മത്സരിക്കുന്നത്. അതുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും? അമേഠിയിൽ തോറ്റ് ഭയന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് പോവുകയായിരുന്നില്ലേ എന്നതാണ് ചോദ്യം. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, ഗുജറാത്താണ് നരേന്ദ്രമോദി ആക്കിയത്. ആ ഗുജറാത്തിലെ വഡോദരയിലെ ജനങ്ങളെ അപേക്ഷിച്ചു നരേന്ദ്രമോദി. അവരെത്ര ദേശത്താന്ന് നിങ്ങൾക്ക് അറിയാമെന്നോ? അവിടെ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്താ പ്രശ്നം എന്ന്. അവരെ ഉപേക്ഷിച്ചല്ലോ അവരെ. അദ്ദേഹം പറഞ്ഞു എനിക്ക് നിങ്ങളെ വേണ്ട. നരേന്ദ്രമോദി എവിടുന്നാണ് മുഖ്യമന്ത്രി ആയത് 3 പ്രാവശ്യം? അവിടുന്ന് ഗുജറാത്ത്. അപ്പൊ അവിടെ പ്രശ്നമൊന്നുമില്ല, അവിടെ ഒന്നും പ്രശ്നമില്ല. അല്ല BJP അല്ല, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പം അവിടെ ഗുജറാത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ കവർ ചെയ്യാത്തോണ്ടല്ലേ? അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അത് നിങ്ങൾക്ക് വിഷയമല്ല. എന്തുകൊണ്ടാണ്? ഇതൊരു BJP പ്രൊപ്പഗാൻഡയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു മറുപടിയും പറയുന്നില്ല. ഞങ്ങൾ ചോദിച്ചു ദക്ഷിണ ഭാരതത്തിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദി? അത് പറ്റില്ല. അതെന്തുകൊണ്ട്? അതുപോലെ നമുക്ക് നമ്മളെ പാർട്ടിയുടെ വിഷയം. നിങ്ങൾ ഇത് ഡൈവേർഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ ആണ്. നിങ്ങൾക്ക് 10 കൊല്ലത്തിന് ഒന്നും കാണിക്കാനില്ല, ഒരു ചുക്കും കാണിക്കാനില്ല. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 കൊല്ലത്തിന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനമന്ത്രി എന്താ സംസാരിക്കേണ്ടത്? ഞാൻ 10 കൊല്ലത്തിന്റെ ഉള്ളിൽ തൊഴിൽ കൊടുത്തു, ഞാൻ വിലക്കയറ്റം കുറച്ചു, ഞാൻ ഇൻഫ്രാസ്ട്രക്ചർ ഇത് ചെയ്തു, അദ്ദേഹം വീടുണ്ടാക്കി, അതൊന്നും പറയുന്നില്ല. അദ്ദേഹം ഡെയിലി എന്താ പറയുന്നത്? മുസ്ലിമിന്റെ മാനിഫെസ്റ്റോ ആണ്, പത്രികയാണ് കോൺഗ്രസിന്റെ, മുസ്ലിംസ് പൗരന്മാരല്ല, മുസ്ലിംസിന് സമ്മതം കിട്ടുന്നത് എല്ലാ ദിവസവും മുസ്ലിംസ് ആണ് അദ്ദേഹം. അപ്പൊ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായി തോൽക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്ന്. എനിക്ക് വരേണ്ടത് CPM-ന്റെ അടുത്താണ്. ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ അവസരവാദി പോലെ രാഹുൽ ഗാന്ധി. ഇവർക്ക് ലജ്ജ വേണം CPM-കാർക്ക്. അവർ ഒരു കാര്യം ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മകന് ടിക്കറ്റ് കൊടുത്ത് ഒരു കാര്യം അതിന്റെ എതിരല്ല. ഈ ഇപ്പം സംസാരിച്ച നരേന്ദ്രമോദിന്റെ എതിരായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല CPM-ന്റെ പ്രതിനിധി. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു വാക്ക് പറഞ്ഞില്ല. അപ്പം ഫാസിസത്തിന്റെ എതിരായിട്ട് വെറും രാഹുൽ ഗാന്ധിയാണ് ഇപ്പൊ യുദ്ധം ചെയ്യുന്നത്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല CPM നരേന്ദ്രമോദിന്റെ എതിരായിട്ട്. അദ്ദേഹം പ്രജ്വൽ റേവണ്ണന്റെ എതിരായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. നരേന്ദ്രമോദി അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത അതൊന്നുമില്ല. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയാ വെറും സ്മൃതി ഇറാനിന്റെ അടുത്ത് അങ്ങോട്ട് പോയി. അതാണ് അദ്ദേഹം പറയുന്നത്. അവസരോചിതമായി ഒളിച്ചു കളിക്കുന്നു എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. അവിടെ ഒരു അല്ല, അതിന് എവിടുന്ന് ഒളിച്ചു കളിക്കുന്നു? ഞങ്ങൾ ഇവിടുന്ന് ഇവിടുത്തെ ആരാ സിറ്റിംഗ് ഞാൻ സംസാരം അല്ല അതന്നെ ഞാൻ നിങ്ങൾ പറയുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവിടെ അനങ്ങാണ്ടിരിക്കണം. പുരുഷനാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. അത് ഞാൻ വിടുകയും ചെയ്തു. അതിനകത്ത് പുരുഷന് സ്ത്രീ എന്നുള്ള വിഷയമൊന്നുമില്ല. അത് അനിൽകുമാർ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. അത് വിട്ടേക്കൂ. താങ്കൾ മറുപടി തുറന്നോളൂ. അനിൽകുമാർ മറുപടി കൊടുത്തു. അപ്പം ഇവിടെ നിങ്ങളെ ഈ പുരുഷത്തിന്റെ ഈ പേട്രിയാക്കൊന്നും എന്റെ അടുത്ത് പറ്റൂല. അപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഈ ആനി രാജ അല്ലല്ലോ വയനാട്ടിലെ സിറ്റിംഗ് MP. അവർക്ക് അവിടെ ചർച്ച കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അത് താങ്കളുടെ ഊഴത്തിൽ താങ്കൾ ക്ലിയർ ചെയ്തോളൂ. ഷമാ മുഹമ്മദ് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്നിട്ട് ചോദിക്കുക എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിന്റെ സിറ്റിംഗ് സീറ്റാണ്. തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ അനിലിന്റെ റെസ്പോൺസിനെ കുറിച്ച് ഷമ മറുപടി പറയുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ക്ലാരിഫിക്കേഷൻ കൊടുത്തതാണ്. അനിൽ ഒരു നിമിഷം വഴങ്ങൂ. ഷമ തീർക്കൂ. ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഈ കോൺഗ്രസ് പാർട്ടി BJP-യുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അത് എത്ര പ്രാവശ്യം അദ്ദേഹം 2 സീറ്റിന് മത്സരിച്ചിട്ടുണ്ട്, 3 സീറ്റിന് മത്സരിച്ചിട്ടുണ്ട്. LK അദ്വാനി BJP 1980 ആരാ അത് ഫോം ചെയ്തത്, പ്രസവിച്ചത് ആരാ? അടൽ ബിഹാരി വാജ്പേയി. പക്ഷേ ഒരൊറ്റ കാര്യം, വടകരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ മാസം 26-ാം തീയതിക്ക് മുമ്പ് വടകരയിലെ വോട്ടർമാരോട് ഇതാ രാഹുൽ ഗാന്ധി ക്ഷമിക്കണം വയനാടിൽ മാത്രമല്ല മത്സരിക്കുക, റായ്ബറേലിയിലും കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് പറയാഞ്ഞത് എന്താണ്? അല്ല, അത് നമുക്ക്
അത് ഞങ്ങൾ ചിലപ്പം ഞങ്ങൾക്ക് അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കാര്യം പറഞ്ഞു. ബിക്കോസ് എല്ലാ കാര്യവും പറയണ്ടേ? ഒരു സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ആ സ്ഥാനാർത്ഥി അത് 4 ലക്ഷം വോട്ടിന് ആപത്ത് കാലത്ത് സഹായിച്ചൊരു മണ്ഡലത്തിലെ വോട്ടർമാരോട് ആ മത്സരിക്കാൻ വരുമ്പോൾ ഇതാ ഞാൻ വയനാടും മത്സരിക്കും, ഞാൻ ഉത്തരേന്ത്യയിൽ അമേഠി റായ്ബറേലിയിൽ ഒരു മണ്ഡലം കൂടി മത്സരിക്കുമെന്ന് പറയാനുള്ള രാഷ്ട്രീയ സത്യസന്ധത എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കാണിച്ചില്ല? കഴിഞ്ഞ പ്രാവശ്യം 2 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ അതൊരു പ്രശ്നമില്ല. ബിക്കോസ് വയനാട്ടിലെ ആൾക്കാർ രാഹുൽ ഗാന്ധി 1 സീറ്റോ 2 സീറ്റോ അല്ലെ അവർ രാഹുൽ ജിക്കാന്ന് കൊടുക്കാൻ വോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സ്മൃതി ഇറാനിന് ഇവരൊരു വലിയ കാര്യമായിട്ട്, സ്മൃതി ഇറാനി ഒന്നുമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു അടികൊണ്ട് വീട് കഴിഞ്ഞിട്ട് നിങ്ങളൊന്നുമല്ല കേട്ടോ എന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യമില്ലല്ലോ. അടികൊണ്ട് താഴെ കിടക്കുകയാണ് രാഹുൽ ഗാന്ധി. എന്നിട്ട് എഴുന്നേറ്റിട്ട് അടിച്ച് താഴെ ഇട്ടവരോട് നിങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യം ഒന്നുമല്ലാതെ വിമൺ ആൻഡ് ചൈൽഡ് മിനിസ്റ്റർ ആണ് അവരൊരു വാക്ക് പറഞ്ഞിട്ടില്ല പ്രജ്വൽ റേവണ്ണന്റെ എതിരായിട്ട്. എനിക്ക് ഇന്ന് അറിയണം നിങ്ങളപ്പ പ്രജ്വൽ റേവണ്ണന്റെ മേലെ ഒരു ചർച്ച ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഷമാ മുഹമ്മദ്, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് പോയി. പ്രജ്വൽ റേവണ്ണയുടെ വിഷയത്തിൽ ആർക്കാണ് എതിരഭിപ്രായം? പ്രജ്വൽ റേവണ്ണ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു പ്രെഡേറ്റർ, ഒരു സെക്ഷൽ പ്രെഡേറ്റർ, ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് സീറ്റ് കൊടുത്തതും സീറ്റ് അഭ്യർത്ഥിച്ചതും തെറ്റാണ്. താങ്കൾക്ക് എന്റെ അഭിപ്രായമാണ് വേണ്ടതെങ്കിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഷമാ മുഹമ്മദ്, ആ ചർച്ച നമ്മുടെ അതല്ല. ചർച്ച എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാടിനോടൊപ്പം റായ്ബറേലി മത്സരിക്കുന്നു, അതാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്ന ചോദ്യം കൗണ്ടർ ചോദ്യം. എന്തുകൊണ്ട് BJPയുടെ ഇരിക്കുന്ന ഇന്നത്തെ പ്രതിനിധി ഒരു വാക്ക് പറയുന്നില്ല പ്രജ്വൽ റേവണ്ണന്റെ എതിരായിട്ട്? അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം അതിന്റെ ഒക്കെ പിന്തുണ കൊടുക്കുന്ന ഒരു സെക്ഷൽ പ്രെഡേറ്ററിന്റെ അവിടെ ഇരിക്കുന്ന അനിൽകുമാർ ഒരു വാക്ക് പറയുന്നില്ല പ്രജ്വൽ റേവണ്ണന്റെ അദ്ദേഹം പിന്തുണ കൊടുക്കുന്നതാണ്. അതിന്റെ അർത്ഥം അതല്ലേ? ഇന്നത്തെ എന്താണ് മെയിൻ ഡിസ്കഷൻ? പ്രജ്വൽ റേവണ്ണ ബ്രിജ്ഭൂഷൺ ശരൺസിന്റെ മകൻ. പിന്നെ അതാണോ ഇന്നത്തെ ഡിസ്കഷൻ ഷമാ മുഹമ്മദ്? രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രജ്വലും റേവണ്ണയും 2 ഉദാഹരണങ്ങളാവുന്നത്? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത് കർണാടകയിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കണം. ഇതാ പ്രജ്വൽ റേവണ്ണയുടെ പാർട്ടി മത്സരിക്കാൻ പോകുന്ന 14 ഇടങ്ങളിൽ, BJPയുമായുള്ള 14 ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു രാഷ്ട്രീയമായ നൈതികതയുണ്ട്. കർണാടകയിലല്ലോ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്. സേഫ് സോണായ റായ്ബറേലിയിൽ അതിന്റെ നോമിനേഷൻ കഴിഞ്ഞല്ലോ. നിങ്ങൾ എന്താ പറയുന്നത്? മറ്റന്നാളല്ലേ അവിടുത്തെ നോമിനേഷൻ ഇപ്പൊ അല്ലല്ലോ, അതിന്റെ നോമിനേഷൻ മുമ്പേ അല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളൊരു ആങ്കർ അല്ലേ? ഡിസംബർ 6-ാം തീയതി പുറത്തു വന്ന വിവരമാണ് ഷമാ മുഹമ്മദ് തന്നെ പറയുന്നു. പ്രജ്വൽ റേവണ്ണയുടെ വിവാദം കർണാടകയിലെ കോൺഗ്രസുകാർക്ക് അറിയാമായിരുന്നു. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നെങ്കിൽ കർണാടക കൂടി മത്സരിക്കണം. എന്തിനു പാവം വയനാട്ടിൽ വന്ന ആദിരാജിയോട് മത്സരിക്കാൻ നിന്നു ഷമാ മുഹമ്മദ്? പ്രജ്വൽ റേവണ്ണ എന്ന സെക്ഷൽ പ്രെഡേറ്ററെ നേരിടാൻ ഹാസനിൽ പോയി മത്സരിക്കാൻ എന്തായിരുന്നു തടസ്സം? ഞാൻ മറുപടി പറയുന്നത് പ്രജ്വൽ റേവണ്ണന്റെ ഞാൻ പറയാം. ഡിസംബർ 8 വന്ന് നമുക്കെല്ലാവരും അറിയാം ദേവരാജ് ഗൌഡക്ക് ആ കത്ത് കൊടുത്തത്. ദേവരാജ് ഗൌഡന്റെ ഡ്രൈവർ ഇന്നലെ പറഞ്ഞിരിക്കാൻ ഞാൻ മാജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോയിട്ട് പറയും സത്യം. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നേതാവിനും അറിഞ്ഞിട്ടില്ല. ഞാൻ കൊടുത്ത കത്ത് ദേവരാജ് ഗൌഡക്കാന്ന് യെദ്യൂരപ്പയുടെ മകൻ അറിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ എല്ലാ നേതാവും അത് ദേവരാജ് ഗൌഡ കത്തുണ്ടല്ലോ. നമുക്ക് ആ ചർച്ചയ്ക്ക് അധികം ദൂരം പോരാൻ കഴിയില്ല. നമ്മുടെ ചർച്ച വിഷയവും അതല്ല. പക്ഷേ ഷമാ മുഹമ്മദ്, പ്രജ്വൽ റേവണ്ണയുടെ വിഷയവും രാഹുൽ ഗാന്ധിയിലെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വവും തമ്മിൽ നിങ്ങൾ ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ബന്ധിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് അതൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അല്ലാന്നല്ല ഞാൻ പറയുന്നത്. രാഹുൽ ഗാന്ധി അവിടുന്ന് മത്സരിക്കാൻ ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചർച്ച ചെയ്യാം? നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വമാണ്. വയനാട്ടിലെ വോട്ടർമാരെ വഞ്ചിച്ചോ എന്ന സ്റ്റേറ്റ് ചോദ്യം ചോദിക്കുമ്പോൾ പ്രജ്വൽ റേവണ്ണയിലേക്ക് പോയി ഷമാ മുഹമ്മദ് വഴുതി മാറാതെ നേരിട്ടുള്ള ചോദ്യത്തിലേക്ക് വരൂ. വയനാട്ടിലെ വോട്ടർമാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചോ എന്ന സ്റ്റേറ്റ് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഷമാ മുഹമ്മദ്. അപ്പോൾ ഉടനെ ഷമാ മുഹമ്മദ് പ്രജ്വൽ റേവണ്ണയിലേക്ക് പോകും. കുറച്ച് കഴിഞ്ഞാൽ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ കൈസർഗഞ്ചിലേക്ക് പോകും. ഞാൻ സ്ട്രേറ്റ് ചോദ്യം ചോദിക്കുന്നത് സ്ട്രേറ്റ് ചോദ്യം എന്തുകൊണ്ട് പ്രധാനമന്ത്രി വാരണാസി പോലത്തെ സേഫ് സീറ്റ് എടുത്തു? വാ കേരളയില്, വയനാട്ടില് വാ പ്രധാനമന്ത്രി, വാ തമിഴ്നാട്ടില്, വാ കർണാടകയില്. വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് വഡോദരയിലും വാരണാസിയിലും മത്സരിച്ച് വിജയിച്ച നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നത്. ഇങ്ങോട്ട് വാ ഈ വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ. എന്താണ് ഷമാ മുഹമ്മദ് പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? വയനാട് ലീഗിന്റെ കോട്ടയാണ്. ലീഗിന്റെ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി പോലും മത്സരിക്കാൻ വരുമോ വയനാട്ടിൽ? അല്ല മോദി ഹേ തോ മുംകിൻ ഹേ കേരളത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കട്ടെ. എന്തുകൊണ്ട് വരാത്തത്? കേരളത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കും. അവിടെ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡിനെ തന്നെയാണ് ശശി തരൂരിനെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിൽ പ്രചരണം നടത്തിയത് കണ്ടില്ലേ രാജീവ് ചന്ദ്രശേഖർ?
രാജീവ് ചന്ദ്രശേഖറിന്റെ പിന്നെ എന്നെ കൂടെ പറയിപ്പിക്കണ്ട ഒന്നും രാജീവ് ചന്ദ്രശേഖരന്റെ ഡെപ്പോസിറ്റ് പോവും അവിടെ. ഞാൻ തിരിച്ചു വരാം. ഷമാ മുഹമ്മദ് അൽകുമാർ മറുപടി വേണം. ഷമാ മുഹമ്മദ് ചോദിച്ച ചോദ്യങ്ങൾക്കും മറുപടിക്കും എന്താണ് CPM പറയാനുള്ളതെന്ന് കേൾക്കാം. ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ഫിലിം ചോദ്യം. അൽകുമാർ മറുപടി. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന എല്ലാ നടപടികളെയും, തെറ്റായ എല്ലാ നടപടികളെയും എതിർക്കുന്നതിൽ മുൻനിറുന്ന ഒരു പാർട്ടിയാണ് CPIM. അത് ജമ്മു കാശ്മീരിലെ 370-ാം വകുപ്പ് സ്ക്രാപ്പ് ചെയ്ത് മുതൽ പൗരത്വ ഭേദഗതി നിയമം അടക്കം ഇത്രയും ശക്തമായ തീവ്രമായൊരു നിലപാട് ഇന്ത്യ രാജ്യത്ത് സ്വീകരിച്ചൊരു പ്രസ്ഥാനം. ഞങ്ങളാരും ഈ കർഷക പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ രാജ്യം വിട്ട് ഒളിസങ്കേതങ്ങളിലേക്ക് പോയിട്ടില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ അറസ്റ്റ് ഭരിക്കാനുണ്ടായിരുന്നു, ജയിലിൽ കിടക്കാനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫാസിസത്തിനെതിരായ ഞങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് 2004 ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 63 MP-മാരുമായി ഇടതുപക്ഷം പാർലമെൻറ്റിൽ പോയി അന്നത്തെ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒരു പൊതു മിനിമം പരിപാടി അടിസ്ഥാനത്തിൽ പിന്തുണ കൊടുത്തത് നിലപാടാണ്. ആ നിലപാട് ഇപ്പോഴും തുടരുമെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാബർ മസ്ജിദ് പൊളിക്കാൻ വന്നപ്പോൾ ബ്ലാങ്ക് ചെക്കുമായി സഖാവ് സുർജിത്ത് പോയത് ഞങ്ങളുടെ നിലപാടാണ്. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ പ്രജ്വൽ രേവണ്ണ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇങ്ങനൊരു ദിവസം സംസാരിക്കലല്ല. ഫാസിസത്തിനെതിരായ നിങ്ങളുടെ നിലപാടിൽ ഇടതുപക്ഷത്തിനെ പോലെ കൺസിസ്റ്റൻസി ആർക്കാവുള്ളത്? ഇടതുപക്ഷത്തിനല്ലാതെ കൺസിസ്റ്റൻസി മറ്റാർക്കുമില്ല. ആ ഇടതുപക്ഷത്തിനെതിരെ വന്നത് BJPയെ സന്തോഷിപ്പിച്ചു എന്നാണ് ഞങ്ങളുടെ കേസ്. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നത് BJPയെ സന്തോഷിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി BJPയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പൊതു പാരസ്പര്യം വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. 10 കൊല്ലത്തിനിടയ്ക്ക് കേരളത്തിൻ്റെ ഏതെങ്കിലും വിഷയത്തിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിലപാട് സ്വീകരിച്ചോ? നരേന്ദ്രമോദിയെ വിഷമിപ്പിക്കുന്ന നിലപാടുകൾ പറഞ്ഞോ? കേരളത്തിന് പണം തരുന്നില്ല എന്ന് പറഞ്ഞാൽ മോദിക്ക് വിഷമമാണ്. രാഹുൽ ഗാന്ധി അത് പറഞ്ഞിട്ടില്ല. മോദിക്ക് വിഷമമുള്ളൊരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ കേരളത്തെ സാമ്പത്തികമായി തകർക്കുകയാണെന്ന് വയനാട് നിങ്ങൾ എന്റെ സമയത്ത് ഇടപെടാതെ നിങ്ങൾ എന്ത് പാർട്ടിക്കാർക്ക് ഇപ്പൊ കാണിക്കുന്നത്? അല്ലല്ല, പക്ഷേ അടച്ചാക്ഷേപിക്കുന്ന പ്രശ്നമുള്ളത് രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ലോക്സഭാ നഷ്ടപ്പെട്ടത്. ആ വിമർശനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. നിങ്ങൾ പ്രത്യയശാസ്ത്രപരമായി വിമർശിക്കണം. നിങ്ങൾ വർഗസമര രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കണം. ദേഷ്യപ്പെട്ടു പോകുന്നത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളതല്ല. നോക്കൂ, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അമേഠിയിൽ മത്സരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണോ അല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു പ്രശ്നമാണ്. അത് വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ഉത്തരം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ലല്ലോ. ജൂൺ 4-ം തീയതി അല്ലേ വയനാട്ടിലെ നരേന്ദ്രമോദി എന്തോന്ന് ദക്ഷിൺ ഭാരത് മത്സരിക്കുന്നില്ല അത് പറയും. നരേന്ദ്രമോദി എന്തോന്ന് മത്സരിക്കുന്നില്ല, കേരളം മത്സരിക്കട്ടെ, അതിന്റെ മറുപടി എന്താ പറയാത്ത? അത് പറയും. അത് നിങ്ങൾക്ക് ഞങ്ങളോട് എപ്പോഴും ചോദ്യം, നിങ്ങൾ നാരറ്റീവ് സെറ്റ് നിങ്ങളടുത്ത് മറുപടി ഇല്ല. പറയൂ, വേഗം പറയൂ. നരേന്ദ്രമോദി മത്സരിച്ചിട്ടില്ല കേരളത്തിൽ, പേടിച്ചിട്ട് ഓടിപ്പോയതാ നരേന്ദ്രമോദി. പറയൂ. പാർട്ടി തീരുമാനിച്ചത്. ശരി, നന്ദി ശ്രീ ശങ്കുട്ടിദാസ്, നന്ദി ശ്രീ അൽകുമാർ, നന്ദി ഷമാ മുഹമ്മദ് ചർച്ചയിൽ പങ്കുചേർന്നതിന്. Debate with Arun Kumar.